ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കാസർഗോഡ് നാലത്തടുക്കയിൽ 24-കാരി ജീവനൊടുക്കിയ സംഭവം ഗുരുതരമായ ആരോപണവുമായി കുടുംബം രംഗത്ത് വരികയാണ്. സ്വർണം മോഷ്ടിച്ചെന്ന വ്യാജ ആരോപണത്തെ തുടർന്ന് അയൽവാസികളിൽ നിന്നും പോലീസിൽ നിന്നും നേരിട്ട ക്രൂരമായ മാനസിക പീഡനത്തിൽ മനംനൊന്താണ് യുവതി ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കാസർഗോഡ് നാലത്തടുക്കയിലെ ജസീലയാണ് അപമാനം സഹിക്കവയ്യാതെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന വീഡിയോ ചിത്രീകരിച്ച് ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുറെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിന്റെ ഉമ്മാന്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. അവര് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എല്ലാവരും അറിഞ്ഞില്ല. കാര്യം എൻ്റെ വീട്ടിൽ ആർക്കും ഒരു സമാധാനമില്ല. എല്ലാവരും മരിക്കേണ്ട അവസ്ഥയില്ല. എൻ്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എൻ്റെ ഫ്രണ്ട് അഫ്രീദിൻ്റെ ഉമ്മ അപ്പ അവർ വീട്ടുകാരെടുക്കാൻ എന്നെ നാണം കെടുത്തിട്ട് പറഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടായി. അവരെന്തൊക്കെയോ ഒരാവശ്യം പറഞ്ഞിട്ട് പോയി. എൻ്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാന്ന് വിചാരിച്ചാൽ അതൊരു പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവര് നിന്റെ ഭാഗത്ത് തന്നെ പോയിട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാ. എൻ്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിൻ്റെ ഉമ്മ അങ്ങനെ അധികം ജീവിച്ചിരിക്കില്ല. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ സത്യം തടയാൻ വേണ്ടി മാക്സിമം ട്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കണില്ല. മരിച്ചിട്ടാണെങ്കിൽ എൻ്റെ സത്യം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കുള്ള ശിക്ഷ കൊടുക്കണം. നിങ്ങൾ ജനങ്ങൾ എന്നെ കൊടുത്താലോ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ ഒരു സമാധാനം ഉണ്ടായിട്ട് അവരെപ്പോഴും വിഷമിപ്പിച്ചോണ്ടെന്ന് ഇതിന് എല്ലാവർക്കും അറിയാൻ അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രാർത്ഥിച്ച് കുറെ നിറച്ച് വെച്ച് എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ പോയി കൊടുക്കാനാ? ആ വീട്ടില് 9.5 പവൻ ഉണ്ടതുപോലെ എനിക്ക് കഴിയില്ലായിരുന്നു. എൻ്റെ ഒരിടത്തിൻ്റെ ഐഷ പോയി ബെഞ്ചിക്കോട് എൻ്റെ മോള് പഠിക്കാൻ പോകുന്നിട്ട് ചങ്ങായി ഉണ്ടായിരുന്നു. ആ ചങ്ങായി അവളോട് 2 പൗണ് വാങ്ങി ഫാൻസി തുടങ്ങിയിട്ട്. എന്നിട്ടേക്ക് ഫാൻസി തുടങ്ങിയിട്ടാണെന്ന് അറിയാല. ഓറെ പേരത്തെ 9.5 പൗണ് കാണലായിട്ട് ഇവിടെ പ്രശ്നമാക്കാന്ന് വന്നു. ആ പേരത്തെ ഉമ്മാവും ആ ചെക്കനും വന്നിട്ട് രണ്ടാളും ഭീഷണിപ്പെടുത്തി. അവള് മുസാബല പിടിച്ച് ഞാൻ 9.5 പൗണ് എടുത്തിട്ടാ എന്നെ പറയണ്ട, ഞാൻ മെച്ചോയി, നീ വെച്ച് നമുക്ക് എന്താ കിട്ടും. എന്നിട്ട് അവള് ബേജാറ് കൊണ്ട് മെച്ച ആലൂർ പോലീസ് വിളിപ്പിച്ചിന്. എന്നിട്ട് ഞാനും ഓളും പോയിട്ടാകുമ്പോൾ ഓളിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയും. ഞാൻ പൊന്നെ എടുത്തിട്ടാ എന്നെ പറയുമ്പോൾ പോലീസുകാരോട് പറഞ്ഞ് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയില്ല, നീ എന്നെ എടുത്തിനെ ഉള്ളാട് തന്നെ കഴിഞ്ഞിട്ട് ബേജാറാക്കി. അപ്പം ഞാനും കേട്ട് പോലീസ് നായനൊക്കെ കൊണ്ട് നമുക്ക് തെളിയല്ലേ. അപ്പോൾ പറഞ്ഞ് പോലീസ് നായനെ കൊണ്ടുവരാൻ കഴിയല. അത് അന്ന് തന്നെ കൊണ്ടുവരണം ചെയ്ത്. പിന്നെ ഓർമ്മ തേടുന്ന ഓളെ ഭീഷണിപ്പെടുത്തി. ഈ മെച്ച് നമുക്ക് ഭർത്താവിൻ്റെ ഉമ്മാവും വന്നിന് പൊങ്ങും വന്നിന് ഓർമ്മത്ത് ഓളെ എന്തെല്ലാം പറഞ്ഞു എനിക്ക് വേണ്ട ഉള്ള DNA ടെസ്റ്റ് എടുക്കണം എന്നെല്ലാം പറഞ്ഞു. ഒക്കെ ബേജാറായിട്ട് ഒരാൾ പാപ്പം ആരേത്തൊരു പറയാല. അങ്ങനത്തെ പെണ്ണ് 2 പിള്ളേരുണ്ട്. പിള്ളേർ പോയി, ഉമ്മ പോയി. ഓളൊരു വത്തപ്പെടുത്തി പറയാറ് ഇങ്ങോട്ട് കള്ളപ്പേര് വരുമ്പോൾ ബേജാറായി. പിന്നെ വേറെ എന്തെല്ലാം ഈ പെക്കർ എന്തെല്ലാം ഇയാളെ പറ്റിയിട്ട് ഉണ്ടാക്കി പൊട്ടിപ്പേരെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഉണ്ടാക്കി. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ പീടിയെടുത്ത് മൂട്ടിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി. സഹിക്കാൻ കഴിയായിട്ട് ഓളെ വെച്ച്. ഇതാണ് അവരുടെ ആരോപണം. യുവതി താൻ ജീവൻ ഒടുക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന വീഡിയോ അടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. KV ബൈജു നമുക്കൊപ്പമുണ്ട്. ബൈജു,
ഈ വിഷയത്തിൽ പോലീസിനെതിരെയുണ്ട് ആരോപണം, കുടുംബ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അനാവശ്യമായ മാനസിക സമ്മർദ്ദം അവർക്ക് മേലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഈ സംഭവത്തിന് ശേഷം, ഈ മരണത്തിന് ശേഷം പോലീസോ മറ്റുള്ളവരോ നൽകുന്ന വിശദീകരണം എത്രയാണ്? കുടുംബത്തിൻ്റെ ആക്ഷേപം എത്ര കണ്ട് ശരിയാണ്? സൈത്തെ, നിസ്സഹായ അവസ്ഥയിലായ ഒരു യുവതിയുടെ നൊമ്പരപ്പെടുത്തുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ആ യുവതി ഇപ്പോൾ ജീവനോടെയില്ല, സൈത്ത് പറഞ്ഞതുപോലെ തന്നെ. എന്തായാലും ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം പോലീസിനെതിരെയാണ്, ആദൂർ പോലീസിനെതിരെയാണ്. അതായത് ഈ യുവതിയുടെ ഭർത്താവിന്റെ വീട്ടിന് സമയത്തുള്ള ആൺസുഹൃത്തിന്റെ വീട്ടിൽ നിന്നും 9.5 പവൻ സ്വർണം കാണാതാവുന്നു. ആ സ്വർണം മോഷ്ടിച്ചത് ഈ ജസീലയാണെന്ന് ആരോപിച്ച് ആദൂർ പോലീസിൽ പരാതി നൽകുന്നു. അങ്ങനെ ആദൂർ പോലീസ് ഇവരെ വിളിപ്പിക്കുകയും ഇവരെ നിരന്തരം ചോദ്യം ചെയ്യാൻ 2-3 തവണ വിളിപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലല്ല ഇവരെ ചോദ്യം ചെയ്തതെന്നാണ് ഇവർ പ്രധാനമായും ആ വീഡിയോയിൽ പറയുന്നത്. അത് തന്നെയാണ് ഇവരുടെ കുടുംബവും പറയുന്നത്. അങ്ങനെ വലിയ തോതിൽ ചോദ്യം ചെയ്യും. പോലീസിന് ഇതിലൊരു തെളിവൊന്നും കണ്ടെത്താനാകാതെ ഇവരെ വിട്ടേക്കുന്ന സാഹചര്യം വേണ്ടത്. പക്ഷേ അപ്പോഴും ഇവരുടെ നാട്ടിൽ, ഈ ഭർത്താവിന്റെ വീട്ടിന്റെ സമീപത്തുള്ള നാട്ടിൽ ഇവർ ഒരു ഇത്തരത്തിൽ സ്വർണം മോഷ്ടിച്ച ആളാണെന്ന രീതിയിൽ വലിയ തോതിൽ പ്രചരണം നടക്കുന്നു. അത് കൂടാതെ ഇവരെ സ്വഭാവഹത്യ ചെയ്യുന്ന രീതിയിൽ, ഈ ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ട് സ്വഭാവഹത്യ ചെയ്യുന്ന രീതിയിൽ ഉള്ള പ്രചരണവും നടക്കുന്നു. ആ ഒരു മനോവിഷമത്തിലാണ് യുവതി ജീവനൊടുക്കിയതെന്നാണ് ഈ കുടുംബം പറയുന്നത്. അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് യുവതി എലിവേഷൻ കഴിച്ച് ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന ഇവർ നാലത്തടുക്കിയിലെ സ്വന്തം വീട്ടിൽ, അതായത് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇവരുടെ സ്വന്തം വീട് വരുന്നത്. അവിടെ എത്തി എലിവേഷൻ കഴിക്കുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ യുവതി മരണപ്പെടുന്നത്. എന്തായാലും ഈ യുവതി വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്, താൻ അങ്ങനെ സ്വർണം എടുത്തിട്ടില്ല, താൻ നിരപരാധിയാണ്, തനിക്ക് ചെറിയ 2 മക്കളാണുള്ളത്, ആ മക്കൾ വളർന്നാൽ ഒരു മോഷ്ടാവിന്റെ മക്കൾ എന്നല്ലേ അറിയപ്പെടൽ, അങ്ങനെ തുടങ്ങി വൈകാരികമായ തലത്തിലുള്ള ഒരു നൊമ്പരപ്പെടുത്തുന്ന വീഡിയോ തന്നെയാണത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം പ്രധാനമായും ഇവരുടെ സഹോദരനുണ്ട്, ഈ യുവതിയുടെ സഹോദരൻ ഇപ്പോൾ വിദ്യാനഗർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഈ യുവതി ജീവനൊടുക്കാൻ ഇടയായ സാഹചര്യം അത് പുറത്തു കൊണ്ടുവരണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആദൂർ പോലീസിനെതിരെയുള്ള ഈ ആരോപണവുമുണ്ട്, അതിലും കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നിലവിൽ അസ്വാഭാവിക മരണത്തിന് വിദ്യാനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ സംഭവത്തിൽ ആരും പിടികൂടിയിട്ടില്ല, പ്രതികളെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ആരും വിളിപ്പിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല. ഇന്നലെയാണ് ന്യൂസ് 18 ഈ വാർത്ത പോലീസ് പെട്രോളിലൂടെ പുറത്തുവിടുന്നത്. അതിനുശേഷം ഇത് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇത് വലിയ തോതിലുള്ള ഒരു വാർത്തയായി മാറി. ഇപ്പോൾ ഈ യുവതിയുടെ വീഡിയോ ആണ് വലിയ തോതിൽ ചർച്ചാ വിഷയമാകുന്നത്. ഏതായാലും ജീവിച്ചിരിക്കുമ്പോൾ തന്റെ മകൾക്ക് നീതി ലഭിച്ചില്ല, ഇനി മരണപ്പെട്ടെങ്കിലും അവരുടെ നിരപരാധിത്വമെങ്കിലും ബോധ്യപ്പെടണം, പുറം ലോകം അറിയണം എന്നതാണ് ഇവരുടെ കുടുംബം പറയുന്നത്. അത്രത്തോളം മനോവിഷമത്തിലായിരുന്നു ഈ യുവതി എന്ന് ഈ കുടുംബം പറയുന്നുണ്ട്. അത് ആ വീഡിയോയിലും നമുക്ക് പരിശോധിച്ചാൽ കാണാം. വളരെ നിസ്സഹായാവസ്ഥയോട് കൂടിയുള്ള ഒരു സംസാരമാണ് അതിൽ ഉള്ളത്. 5 മിനിറ്റോളം ആ യുവതി സംസാരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും അതിൽ സംസാരിക്കുന്നുണ്ട്. തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ മാനസികമായ ബുദ്ധിമുട്ടിപ്പിച്ചു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി, ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഒരു പരാതി നൽകാം ആദൂർ പോലീസ് സ്റ്റേഷനിൽ എന്ന് വിചാരിച്ചാൽ അവിടെ പരാതി സ്വീകരിക്കുന്നില്ല എന്ന് പോലും ഈ യുവതി പറയുന്നുണ്ട്. അതായത് എല്ലാ വഴികളും അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. പക്ഷെ അപ്പോഴും പറയട്ടെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് അടിയന്തരമായ അന്വേഷണം നടത്തി ഈ യുവതിയുടെ നിരപരാധിത്വം തെളിയിക്കണം. അതോടൊപ്പം ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ച വ്യക്തികൾ, ഇത് തെറ്റായ ഒരു ആരോപണമാണെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച വ്യക്തികൾക്കെതിരെ നടപടി വേണം. ഏതായാലും ആദൂർ പോലീസ് ഈ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന് തെളിവുകൾ ഈ ജസീലെ ചോദ്യം ചെയ്തപ്പോഴൊന്നും ഇവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ജസീലെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച് ഇങ്ങനെ മാനസികമായ സംഘർഷത്തിലേക്ക് നയിച്ചു? അത്തരം കാര്യങ്ങൾ അറിയണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇതിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ ആൺസുഹൃത്തിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കാസർഗോഡ് നിന്ന് തന്നെ മറ്റ് 2 ആത്മഹത്യകളുടെ വിവരം പുറത്തു വന്നത്. അത് ചിന്നുപ്പാപ്പു എന്ന വ്ളോഗറായിരുന്നു, അവരുടെ ആൺസുഹൃത്തും. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ നാലത്തടുക്ക എന്ന് പറയുന്ന സ്ഥലം, വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്ഥലം വരുന്നത്. അവിടെയും വീണ്ടും ഒരു സമാനമായ രീതിയിൽ ഒരു ആത്മഹത്യ വരുന്നത്. എന്തായാലും തുടർച്ചയായ ഇത്തരത്തിൽ ആത്മഹത്യ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ പോലീസിന്റെ അനാസ്ഥ ഉണ്ടാകുന്നു. ആദ്യം ചിന്നുപ്പാപ്പുവും അതുപോലെ തന്നെ ആൺസുഹൃത്തും വായിച്ചത് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഈ ഒരു ആത്മഹത്യ കൂടി ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ നീതി ലഭിക്കണമെന്നാണ് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സൈത്തൻ, എന്തായാലും യുവതി താൻ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്ന ഒരു യുവതി, ആ
സ്വാധീനം കൈമോശം വരുന്നു. അവരൊടുവിൽ ജീവനൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതാണ് ബൈജു സൂചിപ്പിച്ച ഒരിക്കൽ കാര്യം ശ്രദ്ധിക്കുക. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ട് അത് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമുക്ക് കൗൺസിലിംഗ് സാധ്യമാണ്. അത്തരം കാര്യങ്ങൾ ആലോചിക്കുക. മരണം, ആത്മഹത്യ ഒന്നിനും പരിഹാരം ഉണ്ടാക്കുന്നതല്ല എന്നതാണ് വസ്തുത.